ഹലോ മക്കളെ, ഇത് കണ്ട, ഇത് വാഴത്തടയാണ്. ചിലയിടത്ത് ഇതിന് വാഴപ്പിണ്ടി എന്ന് പറയും. ഇത് നല്ല നൊത്തോലി, അതിൻ്റെ മുള്ളൊക്കെ ഊരി നല്ലപോലെ കഴുകി വെച്ചിരിക്കുകയാണേ. വാഴത്തട അരിഞ്ഞ് അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ട് തോരൻ അരിയുന്ന പാകത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാളയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് അതിലോട്ട് ഈ വാഴത്തടയും ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തട്ടി ഒന്ന് ഇളക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അധികം ഇട്ട് കളയരുതേ, നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ടോളാം. ഇട്ട് നല്ലപോലെ ഇളക്കി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതിപ്പം അടച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അത് കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ആ മുള്ള് ഊരി വെച്ചിരിക്കുന്ന നൊത്തോലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ വശത്തോട്ടുമൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടെ വേവിക്കാം. നമുക്ക് ഈ നൊത്തോലി വേവണമല്ലോ, കുറച്ച് സമയം കൂടെ ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. വേറെ ഒന്നുമല്ല, തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളുമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ടേ. നമുക്ക് ഈ തവി കൊണ്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് കുറച്ചൊക്കെ മുറിഞ്ഞ് വരും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നൊത്തോലി ഇടുമ്പം തോരൻ അരിയും പോലെ ചെറുതായിട്ട് പീസാക്കി ഇട്ടാലും മതി. ഇപ്പോൾ ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഇടേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ സാധാ തോരൻ അരയ്ക്കുന്ന അരപ്പ് തന്നെയാണ് ഇതിലുള്ളത്. ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ നടുക്കൊന്ന് കുഴിച്ചതിന് ശേഷം ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല, തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇതിൻ്റെ അരപ്പിൻ്റെ പുറത്തോട്ട് ഈ തടയും നൊത്തോലിയും കൂടെ ഉള്ളത് ഒന്ന് ആക്കി ഒതുക്കി വയ്ക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. ഈ നൊത്തോലിയുടെ കൂടെ ഈ അരപ്പ് കൂടെ ഒന്ന് വേവട്ടെ. കണ്ട, ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്, അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഇത്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം ഒന്നുകൂടെ തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മണമല്ലേ കറിവേപ്പില, അവസാനം ഒന്നുകൂടെ ഇടുമ്പോൾ നന്നായിരിക്കും. കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. വെറും ഈ ഒരൊറ്റ തോരൻ വെച്ച് നമുക്ക് ചോറ് തിന്നാൻ പറ്റും. സൂപ്പറാണ്.